അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചായിരുന്നു. അതായത് സിന്ധു നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന മഹത്തരമായ ഒരു സംസ്കാരത്തിനെ കുറിച്ചായിരുന്നു. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിന്നിട്ടുണ്ട്. അത്തരം സംസ്കാരങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം, മറ്റൊന്ന് മെസപ്പൊട്ടോമിയ, മറ്റൊന്ന് ചൈനീസ് സംസ്കാരം. ഈ 3 സംസ്കാരങ്ങളെക്കുറിച്ചുമാണ് അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1922 ഹൊവാർഡ് കാർട്ടർ എന്ന ആർക്കിയോളജിസ്റ്റ് ഒരു യാത്ര നടത്തുകയാണ്. നവംബർ മാസത്തിലാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ തൂത്തൻഖാമൻ എന്ന ഒരു രാജാവിനെ കുറിച്ചാണ് അന്വേഷണം. മമ്മികളുടെ നാട്ടിലേക്ക്, ഈജിപ്തിലേക്കാണ് യാത്ര. അദ്ദേഹത്തിൻ്റെ മമ്മി അന്വേഷിച്ചാണ് പോകുന്നത്. നമുക്കറിയാം, പണ്ടെപ്പോഴോ മരിച്ചുപോയ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ മമ്മികളെന്ന് വിളിക്കുന്നത്. ഈ മമ്മിയെ അന്വേഷിച്ച് യാത്ര തുടരുകയാണ്. യാത്രകൾ നിരാശാജനകമായിരുന്നു. എത്ര അന്വേഷിച്ചിട്ടും തൂത്തൻഖാമൻ്റെ മമ്മി ഹൊവാർഡ് കാർട്ടറിന് ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ നിരാശയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ്. ഒടുക്കം ഈജിപ്തിൻ്റെ വടക്കു ഭാഗത്തുള്ള താഴ്വാരത്തിൽ കൂടി സുദീർഘമായ നടത്തം ഒടുവിലൊരു പിരമിഡ് അടുത്തെത്തുന്നു. അവിടെ ഖനനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ അത്ഭുതത്തിന് വഴിമാറി. ഭൂമിക്കടിയിലേക്ക് നീളുന്ന പടവുകൾ, ഈ പടവുകളുടെ അവസാനം ഒരു വാതിൽ, ഒന്നിനു പുറകെ അടുത്ത വാതിൽ. അങ്ങനെ 3-ാമത്തെ വാതിൽ തുറന്ന് അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച തൂത്തൻഖാമൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സർവാഭരണ വിഭൂഷണനായി നിദ്രയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈജിപ്തിൽ നിലനിന്നിരുന്ന ആ സംസ്കാരത്തിനെ കുറിച്ചായിരുന്നു. ഈജിപ്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നൈൽ നദിയുടെ വരദാനമാണ്. അതായത് നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഈജിപ്തിൽ നിലനിന്നിരുന്നത്. നൈൽ നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന വിശാലമായ ആ സംസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. നെയ്ത്തിലും സ്ഫടികപാത്ര നിർമ്മാണത്തിലും ആ കാലഘട്ടത്തിലെ മനുഷ്യൻ ഏർപ്പെട്ടിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അത് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് വിശുദ്ധമായ എഴുത്ത് എന്നതാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇവർ ശാസ്ത്രരംഗത്തും മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു. ഈ കലണ്ടറിൻ്റെ പ്രത്യേകത ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ അവർ വിഭജിച്ചിരുന്നു. ബാക്കി വന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്ക് അറിയാമായിരുന്നു. സമയം നിർണ്ണയിക്കുവാനും ഇവർ പല മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരവും ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും അക്കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിരുന്നു. കൂടാതെ പ്രതിമകളുടെ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ ഇവരുടെ ശില്പവൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ്.